വളരെ വ്യത്യസ്തനായ ഒരു മമ്മൂട്ടിയാണ് നമ്മൾ കണ്ടത്. ഭയങ്കര വേറിട്ട ഒരു കഥാപാത്രം, ഭയങ്കര നന്നായിട്ടുണ്ട്. വർക്കാവുന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ സിനിമയെ അത്രമാത്രം സ്നേഹിക്കുന്നവരായിരിക്കണം അത് കാണുന്നത്. ഗോകുൽ സുരേഷുമായിട്ടുള്ള കോമ്പിനേഷൻ സീൻസും ഒക്കെ ഭയങ്കര രസമായിരുന്നു. ക്ലൈമാക്സ് വേർത്തി ആയതുകൊണ്ട് തന്നെ എനിക്ക് മൂവി ഓക്കെയായിട്ട് ഫീൽ ചെയ്തു. പഴയൊരു മമ്മൂക്കെ തിരിച്ചു കിട്ടിയ പോലെ തോന്നി. കാരണം ആ പഴയൊരു മമ്മൂക്കയുടെ ഹ്യൂമറും കുറച്ച് നാളായിട്ട് മിസ് ചെയ്ത കോമഡിയൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എല്ലാ സിനിമ എങ്ങനെയൊക്കെയാണ് വരുന്നത് മസ്റ്റ് വാച്ച് ആണ്. ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് കാണേണ്ട സിനിമയാണ്. എല്ലാവരും പോയി കാണുക. ഇറ്റ്സ് എ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് കോമഡി. നമുക്ക് ടീച്ചറിയും തന്നെ മനസ്സിലാവും. ഇറ്റ്സ് അനദർ ലെവൽ മൂവി. എല്ലാവരും പോയി കാണുക. സൂപ്പർ ഹിറ്റാവും. മമ്മൂക്കയുടെ അടുത്ത ആർട്ടിക്ക് അടിക്കാൻ പോകുന്ന ഒരു പടമാണ്. ഗൂഗിൾ ഇസ് സോ നൈസ് ഇൻ ഇറ്റ്. ഗൂഗിൾ അതെല്ലാവരും എല്ലാ ആക്ടേഴ്സും അതെ എല്ലാവരും അവരുടെ പാർട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പോർട്രേ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒട്ടും എക്സ്പെക്ടേഷൻ ഇല്ലാതെയാണ് കയറിയത്, പക്ഷെ ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. ഒരു വസ്തുവിനുള്ള പൊട്ടപ്പടം, മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും പൊട്ടപ്പടം. ഒരു വസ്തുവിന് മുമ്പിൽ ഗംഭീരമാണ്, ഗംഭീരം. മെഗാസ്റ്റാറിന്റെ കൊടുങ്കാറ്റ് അഭിനയം തന്നെയാണ്. ഡിറ്റക്റ്റീവ് നമ്മുടെ ഡൊമിനിക്കായിട്ട് ഗംഭീര പെർഫോമൻസ് ആണ് നമുക്ക് ഇപ്രായത്തിനും ചെയ്തിരിക്കുന്നത്. പിന്നെ ഗോകുൽ സുരേഷ് ആണെങ്കിൽ ഗംഭീര പെർഫോമൻസ്. സിനിമ ഒരു രക്ഷയില്ല, എല്ലാവർക്കും കാണാനുള്ളതാണ്. ഫാമിലി ആണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും മസ്റ്റ് വാച്ച് ഫിലിമാണ്. ഇരുന്ന് കാണാൻ ലാഗാന്ന് ആദ്യം ഫസ്റ്റ് ഹാഫ് ലാഗായിട്ട് തോന്നും, പക്ഷെ അത് കാര്യമാക്കരുത്. എല്ലാ സിനിമ എങ്ങനെയൊക്കെയാണ് വരുന്നത് മസ്റ്റ് വാച്ചാണ്. ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് കാണേണ്ട സിനിമയാണ്. സെറ്റാണ്, വൈബാണ്. അപ്രതീക്ഷിതമായ ഒരു എൻഡാണ് സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഇതുവരെ മമ്മൂട്ടി കമ്പനിയിൽ നമ്മൾ കണ്ട പടമൊന്നുമല്ല ഈ സിനിമ. ഇത് വേറൊരു ജോണറിൽ തന്നെ അവതരിപ്പിക്കുക. അങ്ങനത്തെ അവസാനത്തിലെത്തുമ്പോഴാണ് നമ്മൾ ഒരു തിരക്കഥ അങ്ങനെ കൊണ്ടുപോയി വളരെ സ്ലോലി കൊണ്ടുപോയിട്ട് ഒടുവിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തടത്ത് വെച്ചിട്ട് സിനിമ അവസാനിപ്പിക്കുന്നത്. അങ്ങനെ ഭയങ്കര ത്രില്ലർ, ഭയങ്കര ഇതൊന്നും പറയാനൊന്നും കഴിയില്ല. പക്ഷെ വേറൊരു ജോണറിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. തിരക്കഥ മറ്റൊരു സ്റ്റൈലിൽ കൊണ്ടുപോവാണ്. വർക്കാവുന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ സിനിമയെ അത്രമാത്രം സ്നേഹിക്കുന്നവരായിരിക്കണം അത് കാണുന്നത്. അല്ലാതെ മാർക്കോ കണ്ടിട്ട് ഇതിനെ കാണാൻ വന്നല്ലേ മമ്മൂട്ടി കമ്പനിയുടെ മറ്റു സിനിമകൾ കണ്ടിട്ട് ഇതിനെ കാണാൻ വരുന്നവർക്ക് ഒരു പക്ഷേ പിന്നെ ഇത് ആ സ്റ്റൈലിലേ അല്ല പടം പോകുന്നത്. ഇത് അടുത്ത സിനിമ വേറൊരു സ്റ്റൈലിലാണ് പോകുന്നത്. നമ്മൾ ചെയ്യുന്ന പടമൊക്കെ ഞാൻ തിയേറ്ററിൽ കാണുന്നുണ്ട്. ആ പടം നമുക്ക് തിയേറ്ററിൽ കാണും. നൈസ് എക്സ്പീരിയൻസ്. പടം സൂപ്പറാണ്, പൊളിയാണ്. മമ്മൂക്ക വേറെ ലെവലല്ലേ, അപ്പോൾ ഓഫ് കോഴ്സ് പടം സൂപ്പർ ആയിരിക്കും. ഇതിനകത്ത് എനിക്കൊരു ക്യാമിയോ റോളാണ്. മമ്മൂക്കയുടെ കൂടെ കോമ്പിനേഷൻ ഉണ്ട്. എൻ്റെ ആദ്യത്തെ മൂവി മമ്മൂക്കയുടെ കൂടെ ആയിരുന്നു, പരോളിലെ മമ്മൂട്ടിയുടെ മോളായിട്ട്. അപ്പം ഇതെൻ്റെ സെക്കൻഡ് മൂവിയാണ് മമ്മൂക്കയുടെ കൂടെ. റിയലി എക്സൈറ്റഡ്. ഇതിനകത്ത് ഗോകുൽ സുരേഷിൻ്റെ ഗേൾഫ്രണ്ടായിട്ട് ചെറിയൊരു ക്യാമിയോ റോളാണ്. ഈ രാത്രി എന്ന് പറഞ്ഞ സോങ്ങിലാണ് ഞാൻ വരുന്നത്. അപ്പോൾ റിയലി ഹോപ്പിംഗ് ഫോർ പബ്ലിക് സപ്പോർട്ട്. താങ്ക് യു സോ മച്ച് ആൻഡ് ഹോപ്പിംഗ് ഫോർ ദി ബെസ്റ്റ്. എല്ലാവരും കാണണം. ഉറപ്പായിട്ടും മമ്മൂട്ടിയുടെ വേറിട്ട ഒരു രീതിയാണ് കാണുന്നത്. കാര്യം നമ്മൾ ബിഗ് ബിയിലോ അല്ലെങ്കിൽ മറ്റ് വേറെ ഏതൊരു മൂവിയിലും കണ്ടതുപോലെയല്ല, പുള്ളി വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ഡൊമിനിക് എന്ന കഥാപാത്രത്തെ. വളരെ വ്യത്യസ്തനായ ഒരു മമ്മൂട്ടിയാണ് നമ്മൾ കണ്ടത്. ഭയങ്കര വേറിട്ട ഒരു കഥാപാത്രം, ഭയങ്കര നന്നായിട്ടുണ്ട്. ഉറപ്പായിട്ടും ഗൗതം സാറിൻ്റെ ഒരു ഇതിൽ ഉറപ്പായിട്ടും മൂവി മുമ്പോട്ട് പോകും. നന്നായിട്ട് വന്നിട്ടുണ്ട്. ഉറപ്പായിട്ടും ഗൗതം സാറിൻ്റെ അത് ഓരോ സീനിലും നമുക്കത് എടുത്തു കാണിക്കുന്നു. ഉറപ്പായിട്ടും 2025 സ്റ്റാർട്ട് വളരെ ഒരു മെഗാ ഹിറ്റിലോട്ട് മമ്മൂട്ടി പോകട്ടെ എന്നാണ് ഞങ്ങൾ ആശംസിക്കുന്നത്. പടത്തെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. കാര്യം വെളിയിൽ ബാക്കി ചിലർക്ക് പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും അടുത്ത 2 ഫ്രണ്ട്സാണ് സൂരജും നീരജും. ആ 2 പേര് എഴുതിയേക്കുന്ന ഒരു 1.5 വർഷം മുമ്പേ ഞങ്ങൾ കേട്ടിട്ടുള്ളതും ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറിയാണ്. അപ്പോൾ അവർ ത്രൂ ഞാൻ ഈ കഥ നല്ലോണം കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനുപരി നമ്മളാ കേട്ട സാധനങ്ങൾ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ അത് വേറൊരു അനുഭവമാണ്. ഇതിനൊക്കെ ഉപരി എനിക്ക് മമ്മൂക്കയുടെ കൂടെ ചെറിയൊരു സാധനം ഷെയർ ചെയ്യാനുള്ളൊരു അവസരം കിട്ടി. അപ്പം എല്ലാം കൊണ്ടും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. സ്റ്റോറി വൈസ് ഒക്കെ ഭയങ്കര രസമാണ്. നിങ്ങൾക്ക് അതിൻ്റെ മേക്കിംഗ് കാണുമ്പോൾ മനസ്സിലാവും. പണ്ട് GVMൻ്റെ 90 കിഡ്സ് എന്ന് പറയുമ്പോൾ GVMൻ്റെ ഭയങ്കര ഫാൻസാണ്. അപ്പോൾ ആ ഒരു ഫാൻ വൈസ് ഞാൻ നോക്കുവാണെങ്കിൽ എനിക്കിത് വാക്കുകളിൽ പറയാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് നായികമാരെയൊക്കെ പുള്ളിക്കാരൻ നിങ്ങളെ പ്ലേസ് ചെയ്യുന്ന അവരുടെ സൗന്ദര്യം എങ്ങനെ ഒപ്പിയെടുക്കുന്നത് നമുക്ക് അത്ഭുതം തോന്നുന്നു സത്യം പറഞ്ഞ സ്ക്രീൻ ഇത് കാണുമ്പോൾ. അതിനകത്തൊക്കെ സത്യം പറഞ്ഞാൽ ഞാനങ്ങ് പുള്ളിയുടെ ഭയങ്കര ഫാനാണ്. ഈ പുള്ളിക്കാരൻ പലതവണ ഞാൻ അതിൻ്റെ സെറ്റിലൊക്കെ പോയിട്ടുള്ളൂ. നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ നോക്കുന്നത് പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നു, പുള്ളിക്കാരൻ എങ്ങനെ ഇത് എടുക്കുന്നത്, അതൊക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതപ്പെടും. അതുപോലെ ഭയങ്കര സ്പീഡാണ് പുള്ളി എടുക്കുന്നതിൽ. ഒരു ദിവസമൊക്കെ 2-3 സീനൊക്കെ പുള്ളി നല്ല രീതിയിൽ എടുക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ ഇങ്ങനെ പെട്ടെന്ന് എടുത്ത് തീർക്കുന്നതെന്ന്. പക്ഷേ അത് സ്ക്രീനിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും പുള്ളി കണ്ട് എഡിറ്റ് ചെയ്തുകൊണ്ട് എടുക്കുന്നത്. ഒരു സജഷനും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരു ഐഡിയ ഉണ്ട് ബേസിക് അത് എങ്ങനെ വരുന്നതെന്നുള്ളത്. അപ്പം എല്ലാത്തിനും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പടം എന്തായാലും സൂപ്പർ ഹിറ്റാവും. മമ്മൂക്കയുടെ അടുത്ത ആർട്ടിക്ക് അടിക്കാൻ പോകുന്നൊരു പടമാണ് വിജയം വൈസ്. ഓക്കെ, താങ്ക് യു. സ്ലോ പേസ് ഇൻവെസ്റ്റിഗേഷൻ ഉള്ളത് ഈ മാസം എനിക്ക് 4ാമത്തെ ഇൻവെസ്റ്റിഗേഷനിലാണെന്ന് തോന്നുന്നു.
ഗൗതം വാസുദേവൻ ഇത് പ്രിപ്പയർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മൾ ഷെർലോക്കിലൊക്കെ കണ്ടേക്കുന്ന ഒരു വൈബ് പോലത്തെ ഒരു പടം. അത് മെയിൻ എനിക്കൊരു ഇത് തോന്നിയത് സ്ലോ പേസാണ്. അതുകൊണ്ട് കുറച്ച് പേർക്ക് ലാഗായിട്ട് ഫീൽ ചെയ്യും, പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പടം എൻഗേജിങ് ആയിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ക്ലൈമാക്സ് തൊട്ട് അത്യാവശ്യം കൊള്ളായിരുന്നു. അവിടുത്തെ ആ പോയിന്റിൽ പടം അത്യാവശ്യം ഹൈ ആവുന്നുണ്ട്. ഗോകുൽ സുരേഷും നമ്മുടെ ഈ പറഞ്ഞ പോലെ മമ്മൂട്ടി നമ്മളൊരു രസം ഉണ്ടായിരുന്നു. ആ ഒരു കോമ്പിനേഷൻ, പഴയകാല മൂവി റെഫറൻസിലെ ഡയലോഗ്സ്, തമാശ, അതൊക്കെ അത്യാവശ്യം വർക്കൗട്ട് ആയിട്ടുണ്ട്. ഓവറോൾ നോക്കുവാണെങ്കിൽ ഒരു സ്ലോ പേസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. വൺ ടൈം വാച്ചബിളാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഗൗതം വാസുദേവൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു സ്ലോ ടൈപ്പ് മേക്കിംഗ് ആണ്. പിന്നെ മമ്മൂട്ടി ആസ് യൂഷ്വൽ ഈ പ്രായത്തിലും ഒടുക്കത്ത് സ്റ്റൈലിഷാണ്. പ്രത്യേകിച്ച് അവസാനം ഒരു ബീച്ചിലൂടെ നടന്നൊരു ഷോട്ടൊക്കെ ഉണ്ട്, അതൊക്കെ ചുമ്മാ കിട്ടില്ലായിരുന്നു. ക്ലൈമാക്സ് വേർത്തി ആയതുകൊണ്ട് തന്നെ എനിക്ക് മൂവി ഓക്കെയായിട്ട് ഫീൽ ചെയ്തത്. സോ ഇറ്റ്സ് ഓക്കെ മൂവി ഫോർ മീ. നിങ്ങളെല്ലാവരും കാണുക, ഡൊമിനിക്ക് കാണുക. അപ്പോൾ അതിൻ്റെ പരിപാടികൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നാളെ എൻ്റെ ബെസ്റ്റിംഗ് കാണുക. ഓക്കെ, ഗൗതം വാസുദേവ് മേനോൻ സാറിൻ്റെ ഫസ്റ്റ് മലയാളം മൂവിയാണ്. അത് വേറെ ലെവലിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും കാണുക, അറിയാമല്ലോ അദ്ദേഹത്തിന് മേക്കിംഗ് അറിയാമല്ലോ. പിന്നെ അത് കണ്ടാലേ മനസ്സിലാവുള്ളൂ. നിങ്ങളെല്ലാവരും കാണുക, പടം കാണുക, സപ്പോർട്ട് ചെയ്യുക. അത് വേറെ റേഞ്ച് ആയി. എന്നാലും അവരുടെ പോകുമ്പോൾ ഭയങ്കര സസ്പെൻസാണ്. ഫസ്റ്റ് ടൈമല്ല അവർ ഒരുമിച്ച്. അതിന് വേറെ ഒരു മൂഡ് വേറെയാണ്, നമ്മൾ പറയാൻ പറ്റത്തില്ല. കാണുക, തിയേറ്ററിൽ തന്നെ കാണുക, അതിൻ്റെ എക്സ്പീരിയൻസ് മനസ്സിലാവും. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പടം നാളെ റിലീസാണ്. നാളെ എൻ്റെ പടം റിലീസാണ്, ബെസ്റ്റ്. അത് നാളെ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യാം. പടം ഗംഭീരമായിരുന്നു. മമ്മൂട്ടി കമ്പനിയുടെ പടം ആയതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ആ എക്സ്പെക്റ്റേഷൻ കൂടാനായിട്ട് ഗൗതം വാസുദേവ് മേനോൻ എന്ന് പറയുന്ന അക്ലെയിംഡ് ആയിട്ടുള്ള ഡയറക്ടറിൻ്റെ ഫസ്റ്റ് മലയാളം മൂവി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ ലോഞ്ചിൻ്റെ സമയത്ത് തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു. ഈ പടം അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു. അത് തന്നെയല്ല, എന്താ ഇത്രയധികം പ്രൊമോഷനൊന്നും ഇല്ലാത്തത് എന്ന് കരുതിയെങ്കിലും നമ്മളൊരു എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ, കാരണം 0 പ്രൊമോഷൻ ആയിരുന്നല്ലോ, അപ്പോൾ ഒട്ടും എക്സ്പെക്റ്റേഷൻ ഇല്ലാതെയാണ് കയറിയത്. പക്ഷേ ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. ഫസ്റ്റ് ഹാഫ് ശരിക്കും ഒരു ലൈറ്റ് ഹാർട്ടഡ് ഒരു കോമഡി ഫ്ലോയിൽ പോവുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ശരിക്കും ഭയങ്കര ഒരു ടേൺ എടുത്തു. അത് ഭയങ്കരമായിട്ട് എന്താ പറയുക, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡിലേക്ക് പടം കയറി. എനിക്ക് ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു. പഴയൊരു മമ്മൂക്കയെ തിരിച്ചു കിട്ടിയ പോലെ തോന്നി. കാരണം ആ പഴയൊരു മമ്മൂക്കയുടെ ഹ്യൂമറും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മമ്മൂക്കയുടെ കുറച്ച് സീരിയസ് കഥാപാത്രങ്ങളായിരുന്നല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ മൂവിയിൽ മമ്മൂക്കയുടെ ആ കോമഡിയൊക്കെ ശരിക്കും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കുറച്ച് നാളായിട്ട് മിസ് ചെയ്ത കോമഡിയൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഗൗതം മേനോൻ ബ്രില്യൻസ് നമുക്ക് സിനിമയിൽ കാണാൻ പറ്റും. മമ്മൂക്കയുടെ റോള് ഭയങ്കര അടിപൊളിയായിരുന്നു. എന്ന് വെച്ചാൽ ഡിറ്റക്റ്റീവ് ആണെങ്കിൽ പോലും വളരെ ലൈറ്റായിട്ട് അല്ലെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിറ്റക്റ്റീവാണ്. അപ്പം നമുക്ക് സിനിമ ഫുള്ള് നമുക്ക് ടെൻഷൻ ഇല്ലാതെ കണ്ടിരിക്കാൻ പറ്റും. ഗോകുൽ സുരേഷുമായിട്ടുള്ള കോമ്പിനേഷൻ സീൻസും ഒക്കെ ഭയങ്കര രസമായിരുന്നു. ഏതെങ്കിലും നമുക്ക് ടുവേർഡ്സ് ദ എൻഡ് ഭയങ്കര സീരിയസ് ആയിട്ടും അതിൻ്റെ ട്വിസ്റ്റും ടേണും ഒക്കെ ഉണ്ടെങ്കിലും അവസാനം വരെ നമുക്ക് ഇൻട്രസ്റ്റോടെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറൈസേഷനും ആയിരുന്നു മമ്മൂക്കയുടേത്. അതുകൊണ്ട് ഒരുപാട് സന്തോഷം. ഭയങ്കര അടിപൊളി സിനിമയാണ്. സ്ക്രിപ്റ്റും സ്ട്രോങ് ആയിരുന്നു, ഡയറക്ഷൻ ഒക്കെ നന്നായിട്ടുണ്ട്. ഗോകുലൊക്കെ നന്നായിട്ട് ചെയ്തു. മമ്മൂക്ക പിന്നെ പറയണ്ട, നല്ല മൂവി. അതെ, അവർ രണ്ടുപേരുടെയും കോമ്പോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത് നന്നായിട്ട് വർക്കായിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല മൂവിയാണ്. ഹസ്ബൻഡ് അതിനകത്തൊരു ചെറിയ റോള് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ഡേ മൂവി വാച്ച് ചെയ്യാൻ വന്നത്. ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ഫ്രണ്ട്സാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തേക്കുന്നത്, നീരജ് സൂരജ്. അപ്പോൾ അവരുടെ കംബാക്ക് കൂടി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര എക്സ്പെക്ടേഷനോടെയാണ് മൂവി കാണാൻ വന്നത്. പിന്നെ ജീവിയും മമ്മൂക്കയും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ ആണല്ലോ ഈ മൂവി എന്ന് പറയുന്നത്. ഫസ്റ്റ് ടൈമാണ് ജീവിയും വരുന്നത്. അപ്പം നമ്മളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ആണ്. ആൾക്കാർ എല്ലാവരും വന്ന് തിയേറ്ററിൽ തന്നെ വന്ന് കാണാൻ ശ്രമിക്കുക. ആൻഡ് ഞങ്ങളെല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു. എനിക്ക് സ്റ്റോറി ആക്ച്വലി അറിയത്തില്ലായിരുന്നു. ഞങ്ങളുടെ ചുറ്റിനും വരുന്ന എല്ലാവർക്കും സ്റ്റോറി അറിയാം. കാരണം അവരോട് സ്റ്റോറി ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അവർ ഫ്രണ്ട്സ് ആയതുകൊണ്ട് നമ്മളോട് സ്റ്റോറി പറഞ്ഞപ്പോഴും ഞാൻ ഇതുവരെ ചെവി കൊടുത്തിട്ടില്ല. സോ എനിക്കിതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു മൂവി വാച്ച് ചെയ്യുമ്പം. ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ക്ലൈമാക്സ് കാര്യങ്ങളും എല്ലാം ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റോടെയാണ് മൂവി വാച്ച് ചെയ്തത്. പിന്നെ നമുക്ക് നേരിട്ട് ഡാൻസ് കളിക്കുന്നത് കണ്ടോണ്ടിരിക്കല്ലേ ഫ്രണ്ടിൽ. അപ്പോൾ ഇറ്റ് വാസ് എ റിയലി ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ഐ എം ഹാപ്പി. ഞാൻ അവിടെ ഉണ്ടായിരുന്നത് ഐ എം ഹാപ്പി. എന്ന് പറയുമ്പോൾ ഇറ്റ്സ് അനദർ ലെവൽ. ഇപ്പം ഗൗതം സാറിന്റെ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ വേറെ ലെവൽ മൂവി. എല്ലാവരും പോയി കാണുക. ഇറ്റ്സ് എ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് കോമഡി. നമുക്ക് ടീച്ചറിയും തന്നെ മനസ്സിലാവും ഇറ്റ്സ് അനദർ ലെവൽ മൂവി. എല്ലാവരും പോയി കാണുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും.
ഇതിനകത്ത് എവിടെ ലാഗ് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ആണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഇത് ആസ്വദിക്കുന്നവർ ആസ്വദിക്കുക, എല്ലാവർക്കും ഗുഡ് ആൻഡ് ബാഡ് പറയാൻ കാണില്ല. എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് നല്ലൊരു ട്വിസ്റ്റാണ് അല്ലേ പടം. ഏറ്റവും വലിയ ഹൈലൈറ്റ് ഉണ്ട്. പിന്നെ അതുമാതിരി തന്നെ നല്ല നല്ല അടിപൊളി സ്റ്റേണ്ട്. എല്ലാ ചെറുപ്പക്കാർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള അതെ. പിന്നെ ഇൻസ്റ്റാഗ്രാം റിയല് അതൊക്കെയാണ് പടത്തിന്റെ ഏറ്റവും ഹൈലൈറ്റ്. എല്ലാവരും പോയി കണ്ട് അത് കണ്ടു കഴിഞ്ഞാലാണ് പറയാൻ പറ്റുള്ളൂ. ഇതെന്റെ സെക്കൻഡ് മൂവിയാണ് വിത്ത് മമ്മൂക്ക. ആദ്യത്തെ മൂവി പരോളായിരുന്നു, മമ്മൂട്ടിയുടെ മോളായിട്ട് തന്നെ. സുരാജിന്റെ മീയുടെ മോളാണ്, പക്ഷേ ഷീ ഈസ് ടേക്കിംഗ് കെയർ ഓഫ് മീ. രണ്ടാമതും ഇല്ല ചെയ്യുമായിരിക്കാം. അപ്പോൾ എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ ദി മീഡിയ സപ്പോർട്ട്. എല്ലാവർക്കും നല്ലൊരു ഡേ ആൻഡ് ഹാപ്പി. പടം എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? സെയിം, നമ്മളെല്ലാവരും JVM മമ്മൂക്ക കോമ്പിനേഷൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നല്ലോ. സോ അതേപോലെ തന്നെ ഒരു എൻ്റർടൈനർ, നല്ലൊരു റിലീസാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത്. ജാനുവരി നല്ല തുടക്കങ്ങളാവട്ടെ മലയാള സിനിമയ്ക്ക് 2024. ഇറ്റ്സ് എ മിക്സ്. ദർ ഇസ് എവറിത്തിങ് ഫോർ എവ്രി വൺ എന്ന് പറഞ്ഞ പോലത്തെ ഒരു തോന്നി. കാരണം ഒരു ലൈറ്റ് ഹാർട്ടഡ് മാനറിലാണ് ആ ഒരു സാധനം പോകുന്നത്. ഐ ഡോണ്ട് വോണ്ട് ടു സ്പോയിൽ എനിത്തിങ്. കാരണം ഇത് ഫസ്റ്റ് ഷോ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി റിവ്യൂസ് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് എ നൈസ് തിങ് ടു ഡു. ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഗോയിങ് ടു വാച്ച് ഇറ്റ്. അപ്പോൾ ഐ റിയലി ഗൂഗിൾ ഇസ് സോ നൈസ് ഇൻ ഇറ്റ്. ഗൂഗിൾ അതെല്ലാവരും, എല്ലാ ആക്ടേഴ്സും അതെ, എല്ലാവരും അവരുടെ പാർട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പോർട്രേ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് വെരി നൈസ്. അതിൻ്റെ ട്വിസ്റ്റ് ആൻഡ് ഓൾ ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. വെരി മച്ച് ഇറ്റ്സ് എൻ എൻ്റർടൈനർ. നമ്മൾ ഇപ്പം എല്ലാ സിനിമയും നമ്മൾ അങ്ങനെ സെക്കൻഡ് പാർട്ട് എന്ന് പറയാറുണ്ട്, പക്ഷേ ഐ തിങ്ക് ദിസ് മൂവി ഈസ് നല്ലൊരു എൻ്റർടൈനിങ് സ്പേസിലാണ് നിൽക്കണേ. ആൻഡ് ഐ റിയലി ഹോപ്പ് ദാറ്റ് സച്ച് മോർ മൂവീസ് കം, എ ലോട്ട് ഓഫ് സച്ച് ന്യൂ എന്താ പറയുക, വേ ഓഫ് സ്റ്റോറി ടെല്ലിങ്, പുതിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള പ്ലോട്ട്സ് വരട്ടെ ഇനി.